വാക്ക് വർത്തി ഓഫ് ദ കോളിംഗ്, വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവിൻ എന്ന വിഷയമാണ് നമ്മൾ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ചിന്തകൾക്ക് തുടക്കം കുറിച്ചത്. നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ നാം പ്രാപിച്ച വിളിയെക്കുറിച്ച് പ്രാരംഭമായിട്ട് നാം ചിന്തിച്ചു. രണ്ടാമത്, നമ്മെ ആരാണ് വിളിച്ചത് എന്നുള്ളത് ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനെ തുടർന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മെ വിളിച്ച ആ ദൈവത്തിൻ്റെ വിളിയുടെ സവിശേഷതകൾ, ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഗോഡ്സ് കോൾ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. 4 പ്രത്യേകതകൾ തിരുവെഴുത്തുകളിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായി. ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, റോമാലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആർക്കായി നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ആ ടൈറ്റിൽ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ അല്പം വ്യത്യസ്തമായിട്ട് അപരിചിതമായിട്ട് തോന്നാം, ആർക്കായി വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ആ പദം കേൾക്കുമ്പോൾ. എന്നാൽ നമ്മെ ദൈവം വിളിച്ചത് ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയാണ്. റോമാലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. അവിടെ ക്രിസ്തയേശുവിനായി വിളിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വാക്യം ഞാനൊന്ന് വായിക്കാം. റോമർ 1-ന്റെ 7-ാമത്തെ അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട. ദൈവം നമ്മെ വിളിച്ചത് ആർക്കു വേണ്ടിയാണ്? യേശുവിന് വേണ്ടിയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് ദൈവം, പിതാവായ ദൈവം നമ്മെ വിളിച്ചത്. ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് ഞാൻ എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിർണയം നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്, ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോൾ മുതലാണ് നമ്മൾ യേശുവിൻ്റെ സ്വന്തമായത്? ഈ വിളി നാം കേട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്ത് പ്രതികരിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായി, നമ്മുടെ രക്ഷിതാവായി, ജീവിതത്തിൻ്റെ കർത്താവായി അംഗീകരിച്ച നിമിഷം നാം യേശുവിൻ്റെ സ്വന്തമായി തീർന്നു. ഹല്ലേലൂയ! യേശുവിൻ്റെ സ്വന്തമായി നമ്മൾ മാറി. യേശുവിൻ്റെ സ്വന്തമായി നമ്മൾ മാറുമ്പോഴേക്കും നമ്മൾ പല രൂപാന്തരങ്ങൾ, അത്ഭുതങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കും. ദൈവത്തിൻ്റെ ഈ വിളിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മിൽ വരുത്തിയ രൂപാന്തരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുകയില്ല. യേശുവിനെ നമ്മൾ അറിയാതിരുന്നെങ്കിൽ, ക്രിസ്തു യേശുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിക്കാതിരുന്നെങ്കിൽ, ദൈവവചനത്തിൻ്റെ വെളിപ്പാട് നമ്മൾ അറിയാതിരുന്നെങ്കിൽ, നമുക്ക് പ്രാപിക്കാൻ കഴിയാതിരുന്നെങ്കിൽ, അതുമായിട്ട് ബന്ധം ഉണ്ടാകാതിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്തായിരിക്കുമായിരുന്നു, എങ്ങനെ ആയിരിക്കുമായിരുന്നു, എവിടെ ആയിരിക്കുമായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആക്ഷരികമായ ലോകത്തിൽ തന്നെ, ഭൗതികമായ ലോകത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പക്ഷേ നമ്മുടെ സുഹൃത് വലയങ്ങളിൽപ്പെട്ട് നാം മോശമായ പാതകളിൽ പോകാമായിരുന്നു. നാം അവരുടെ സ്വാധീനത്താൽ, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുമ്പോൾ തെറ്റ് ശരിയെക്കുറിച്ചുള്ള പരിജ്ഞാനം, അല്ലെങ്കിൽ പാപത്തെ അതിനോട് എതിർത്ത് നിൽക്കണമെന്നുള്ള, അതിനെ ഉപേക്ഷിക്കണമെന്നുള്ള ആ പ്രചോദനവും വചനത്തിന്റെ വെളിപ്പാടും ലഭിക്കായിക നിമിത്തം ലോക മനുഷ്യർ ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുമായിരുന്നു. മദ്യം, മയക്കുമരുന്ന്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ലൗകിക കാര്യങ്ങളിൽ സുഖം കണ്ടെത്തി, സന്തോഷം കണ്ടെത്തി, അതിനാൽ പാപത്താൽ നാം നശിച്ചു പോകുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നു യേശുവിന്റെ സ്വന്തമായി നാം തീരാതിരുന്നെങ്കിൽ. എന്നാൽ നമ്മൾ യേശുവിന്റെ സ്വന്തമായി തീർന്നപ്പോൾ ഇതിൽ നിന്നെല്ലാമാണ് നമുക്ക് മാറ്റമുണ്ടായത്, രൂപാന്തരമുണ്ടായത്. കർത്താവ് നമ്മെ തനിക്കായി വിളിച്ചിരിക്കുന്നു, യേശുവിനായി നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പുതിയ നിയമഭാഷയിൽ യേശുവിന്റെ സ്വന്തമായി നാം തീർന്നപ്പോൾ നമുക്ക് സംഭവിച്ച, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ചില പ്രത്യേകമായ അനുഗ്രഹങ്ങളെ പല ഉപമകളോടുള്ള ബന്ധത്തിൽ അലങ്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഉപമകളായി അലങ്കാരമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, നാം യേശുവിന്റെ ശരീരമായി തീർന്നു. ക്രിസ്തു നമ്മുടെ തലയും നാം ക്രിസ്തുവിന്റെ ശരീരം. സഭയുടെ തല ക്രിസ്തുവും
സഭ ക്രിസ്തുവിന്റെ ശരീരവുമായി മാറി. യേശുവിന്റെ ശരീരമായി, ശരീരത്തിന്റെ അവയവങ്ങളായി. അപ്പോൾ ഈ ശരീരത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് തലയായ ക്രിസ്തുവാണ്. നാം യേശുവിന്റെ ശരീരമായി മാറി. മറ്റൊന്ന്, നാം ദൈവത്തിന്റെ ഗൃഹമായി, ഭവനമായി മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ കുടുംബമായി നമ്മൾ മാറി. വി ബിലോങ് ദ ഫാമിലി ഓഫ് ഗാഡ്, ബിലോങ് ടു ദ ഫാമിലി ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കുടുംബമായി നാം മാറി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് നമ്മളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ക്രിസ്തുവിന്റെ സ്വന്തമായി നമ്മൾ മാറിയപ്പോൾ നാം യേശുവിന്റെ ശരീരമായി, ദൈവത്തിന്റെ കുടുംബമായി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമായി, ഗൃഹമായി. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു പ്രധാനമായ അലങ്കാരമാണ് യേശുവിന്റെ മണവാട്ടിയായി നാം മാറി. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ബ്രൈഡായി നാം മാറി. യേശുവിനെ ബ്രൈഡ് ഗ്രൂമായിട്ട് തിരുവെഴുത്ത് ചിത്രീകരിക്കുന്നുണ്ട്. യേശു തന്നെ, രാജാവ് തന്റെ മകന്റെ വിവാഹ സദ്യക്ക് ക്ഷണിച്ചവരുടെ ഒരു ഉപമ പറയുവാനിടയായി. യേശുവിനെ മണവാളനായി വെളിപ്പാട് പുസ്തകത്തിൽ മണവാട്ടിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. സഭയെ യേശുവിന്റെ സ്വന്തമാക്കിയപ്പോൾ നമ്മെ യേശുവിന്റെ മണവാട്ടിയാക്കി മാറ്റി, പ്രതിശ്രുത വധുവാക്കി മാറ്റി, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയാക്കി മാറ്റി. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഒരു പശ്ചാത്തലം കൂടെ അവിടെ മനസ്സിലാകുമ്പോഴാണ് നമുക്കതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. എൻഗേജ്മെന്റ് ചെയ്യപ്പെട്ട ദിവസം തുടങ്ങി വിവാഹ ദിവസം വരെ, ഫ്രം ദ വെരി ഡേ ഓഫ് ദി എൻഗേജ്മെന്റ് until the day of wedding, the bride is also known as the wife of the assigned bridegroom. Praise the Lord. നിയമിക്കപ്പെട്ട, ഒരുക്കപ്പെട്ട പ്രതിശ്രുത വരന്റെ നിയോഗിത മണവാട്ടി, നിയോഗിത വധു എന്നാണ്, പ്രതിശ്രുത വധു എന്നാണ് നമ്മുടെയൊക്കെ ഭാഷയിൽ പറയുന്നെങ്കിൽ, യഹൂദ പശ്ചാത്തലത്തിൽ ഒരു പടി കൂടെ കടന്ന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ദിവസം തുടങ്ങി വിവാഹം കഴിയുന്ന ആ ദിവസം വരെയും തുടർന്നും ആ പെൺകുട്ടി ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ആളിന്റെ ഭാര്യ എന്നാണ് വിളിക്കപ്പെടുന്നത്, അറിയപ്പെടുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിന് വേണ്ടി ഏൽപ്പിക്കുവാൻ നമ്മെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. ആ സമയം തുടങ്ങി യേശുവുമായി വേളി കഴിക്കുവാൻ, വിവാഹം കഴിക്കുവാൻ നിയമിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട, എൻഗേജ് ചെയ്യപ്പെട്ട, കരം കൊടുത്ത നിമിഷം തുടങ്ങി നാം യേശുവിന്റെ മണവാട്ടിയും കാന്തയുമാണ്. ഹല്ലേലൂയ. എന്നാൽ ഔദ്യോഗികമായ വിവാഹം സ്വർഗത്തിൽ നടക്കാനിരിക്കുന്നതേയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാന്ത തന്നെത്താൻ ഒരുക്കപ്പെട്ട്, ആമേൻ, കർത്താവ് നമ്മെ വേളി കഴിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ ദിവസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നാം യേശുവിന്റെ സ്വന്തമായി മാറി. പിന്നെയും നിരവധി അലങ്കാരങ്ങൾ നമുക്ക് കാണാം. ആമേൻ, നാം അവന്റെ കൈക്കലെ ആടുകളാകുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിന്റെ ആടുകളാണ് നമ്മൾ. ക്രിസ്തു ഇടയനും നാം ക്രിസ്തുവിന്റെ ആടുകളുമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാ വിധത്തിലും നമ്മുടെ ശരീരവും ദേഹിയും ആത്മാവും സമ്പൂർണമായി യേശുവിന്റെ സ്വന്തമായിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു യേശുവിനായിട്ടാണ് പിതാവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ദൈവം നമ്മെ വിളിച്ചത്? ഹൗ ഡിഡ് ഗാഡ് കോൾ അസ്? ദൈവം നമ്മെ എങ്ങനെയാണ് വിളിച്ചത്? ഹൗ ഗാഡ് കോൾഡ്. എങ്ങനെ ദൈവം നമ്മെ വിളിച്ചു? ഒന്നാമതായിട്ട് അതിനെ പ്രതി നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, നമ്മെ പേര് പറഞ്ഞു വിളിച്ചു, പേർ ചൊല്ലി വിളിച്ചു. ബൈ അവർ നെയിം, ബൈ മൈ നെയിം. ഗോഡ് കോൾഡ് മീ ബൈ മൈ നെയിം. എന്നെ പേര് പറഞ്ഞ് ദൈവം വിളിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ക്രിസ്തു, ഇടയനായ ക്രിസ്തു തന്റെ ആടുകളെ ഓരോന്നോരോന്നായി പേർ ചൊല്ലി വിളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. 10:3 യോഹന്നാന്റെ സുവിശേഷം. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ
പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. അപ്പോ ദൈവം നമ്മെ ആടുകളെ ഇടയൻ പേർ ചൊല്ലി വിളിച്ചതുപോലെ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കൾ ആകാം നമുക്ക് ആദ്യമായി നമ്മുടെ പേര് തന്നത്. ഒരുപക്ഷെ ചിലയിടത്തൊക്കെ ഗോഡ് ഫാദർ, തലതൊട്ടപ്പൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അവരായിരിക്കാം പേര് പറഞ്ഞ് വിളിച്ചത്. മാതാപിതാക്കൾ നൽകാൻ ഉദ്ദേശിച്ച പേര് നമ്മളായിരുന്ന, ഒരുപക്ഷെ മുൻപ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ആയിരുന്ന മതപശ്ചാത്തലം അനുസരിച്ച് ആ മതപരമായൊരു ചടങ്ങിൽ, ഒരുപക്ഷെ ആ ദൈവാലയത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയിലും അതുപോലുള്ളൊരു ചടങ്ങിൽ വെച്ച് ആദ്യമായി അതിനായി നിയോഗിക്കപ്പെട്ട പുരോഹിതനോ അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും ആയിരിക്കാം ആദ്യമായിട്ട് ആ പേര് ഔദ്യോഗികമായി വിളിച്ച് ഈ കുഞ്ഞിന്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വിളിച്ചത്. മാതാപിതാക്കൾ തീരുമാനിച്ച പേര്. ചിലയിടങ്ങളിൽ മാതാപിതാക്കൾക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. അവരുടെ മതപുരോഹിതൻ തന്നെ പേര് തീരുമാനിക്കുകയും പേര് വിളിക്കുകയും ആ പേര് പിന്നെ അങ്ങനെ ആയിത്തീരുകയും ചെയ്യുന്ന മതങ്ങളുണ്ട്, അങ്ങനെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആദ്യമായിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ പേര് പറഞ്ഞത്, നമുക്ക് പേരിട്ടത് മോസ്റ്റ്ലി നമ്മുടെ മാതാപിതാക്കളാകാം. നമുക്കൊരു പേര് നൽകുമ്പോൾ അവർക്ക് വലിയ ആഗ്രഹവും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാകാം. ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് കൊടുക്കുമ്പോൾ മനോഹരമായ ഏറ്റവും നല്ല പേര് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കാറുണ്ട്. അതിൽ ആ പേരിൽ ഭൂരിഭാഗം പേരും അതിൽ ഒരു ആശയം, ഒരു അർത്ഥം, അല്ലെങ്കിൽ ആ കുഞ്ഞ് ആരാകണം എന്ന ആഗ്രഹം ആ പേരിനകത്ത് ഒരു പരിധിവരെ നിഴലിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ചിലരൊരു ഫാഷനായിട്ടും ട്രെൻഡ് അനുസരിച്ചുമൊക്കെ പേരിടാറുണ്ട്. ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത്. തൻ്റെ കുഞ്ഞ് ആ പേരിലാണ് ഇനി ജീവകാലം മുഴുവൻ അറിയപ്പെടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ പേര് ഏറ്റവും നല്ലതായിരിക്കണം, അർത്ഥവത്തായിരിക്കണം, ജീവിതം എന്തായിത്തീരണം എന്നുള്ള ആഗ്രഹം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകാം. ഹല്ലേലൂയ. ബൈബിളിലും ഇങ്ങനെ മാതാപിതാക്കൾ പല കുഞ്ഞുങ്ങൾക്ക് പേർ നൽകിയ പശ്ചാത്തലമൊക്കെ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് യാക്കോബിന്റെ കുടുംബത്തിൽ യാക്കോബിന്റെ മക്കൾക്ക് പേര് കൊടുക്കുമ്പോൾ ഓരോ മക്കളുടെയും പേര് കൊടുക്കുന്ന പശ്ചാത്തലം, അതിന്റെ അർത്ഥം രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. ആ അമ്മമാര് കടന്നുപോയ വ്യസനം, വിഷമം, വേദന, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ആഗ്രഹം, അതിൽ നിന്ന് ഈ തലമുറ തങ്ങൾക്ക് വിടുതൽ കൊണ്ടുവരും, ഉദ്ധാരണം കൊണ്ടുവരും എന്നുള്ള ആഗ്രഹമൊക്കെ ആ പേരുകൾക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതുപോലെ നോഹയുടെ മാതാപിതാക്കൾ നോഹയ്ക്ക് പേര് കൊടുക്കുമ്പോൾ നമുക്കിവൻ ആശ്വാസം കൊണ്ടുവരും എന്ന്, ദൈവം ശപിച്ച ഭൂമിയിൽ ഇവൻ നമുക്ക് ആശ്വാസം തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നോഹ ആശ്വാസം എന്ന പേരിടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ മക്കളിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, ആ ആഗ്രഹത്തോടെ പേരിടുന്ന മാതാപിതാക്കൾ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ എന്തായിരിക്കും പേര് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്? ഈ മാതാപിതാക്കൾ നൽകിയ പേര് തന്നെ ആയിരിക്കുമോ? നമുക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലെ? ദൈവം നമ്മെ വിളിച്ച പേരെന്തായിരിക്കും? വിളിക്കുന്ന പേരെന്തായിരിക്കും? ഹല്ലേലൂയ. ഏതായാലും നമ്മുടെ ദൈവവചനം പഠിപ്പിക്കുന്ന അനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ കൈകളിൽ ദൈവമാണ് നമ്മെ കൊടുത്തത് അല്ലെ. മക്കൾ യഹോവ തരുന്ന സമ്മാനമാണ്, ദാനമാണ്. ഉദരഫലം അവൻ നൽകുന്ന റിവാർഡ്, പ്രതിഫലമാണ്, അവകാശമാണ്, ഇൻഹെറിറ്റൻസ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ആണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഈ സകല പ്രപഞ്ചത്തിലും ജീവനുള്ളത്തിന് ഒക്കെയും ആധാരം, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ ഓരോ മനുഷ്യരും, അവരേത് പശ്ചാത്തലത്തിലുമായിക്കൊള്ളട്ടെ, ഓരോ മനുഷ്യരും ഭൂമിയിൽ പിറക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. ദൈവം അനുവദിക്കാതെ ഒരു ജീവനും ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ മനുഷ്യരും ജനിച്ചപ്പോൾ അവരുടെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പൊ നമ്മുടെ മാതാപിതാക്കളുടെ കൈകളിൽ നമ്മെ കൊടുത്തത് ദൈവമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഇട്ട പേര് ദൈവം അപ്രൂവ് ചെയ്യും ഒരു പരിധിവരെ എന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. മാതാപിതാക്കൾ നൽകിയ പേര് ദൈവം അപ്രൂവ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. ആമേൻ. അപ്പോ ഈ ഭൂമിയിൽ ഒരുപക്ഷെ നമ്മെയും ദൈവം ആ പേര് പറഞ്ഞ് തന്നെ ആയിരിക്കാം വിളിക്കുന്നത്. വേദപുസ്തകത്തിലും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അമ്മപ്പന്മാർ ഇട്ട പേര് പിന്നീട് ദൈവം ആ വ്യക്തികളെ അഭിസംബോധന ചെയ്യുമ്പോൾ വിളിക്കുന്നത്
ദൈവം വിളിക്കുമ്പോൾ വിളിക്കുന്നത് കാണാനായിട്ട് കഴിയും. ചില ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ ആ വിഷയം വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ദൈവം ആ പേര് പറഞ്ഞായിരിക്കാം നമ്മെ വിളിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ദൈവം ഒരു പുതിയ പേര് കൊടുക്കുന്നതിനെ കുറിച്ച്, ജയിക്കുന്നവന് പുതിയ പേര് കൊടുക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും കൊടുക്കുമെന്നല്ല, ജയിക്കുന്നവന് കൊടുക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപക്ഷെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പേര് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാറ്റി വേറെ പുതിയ പേര് തരുമായിരിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഒക്കെ തരുമായിരിക്കാം. ഹല്ലേലൂയ. ഒരു പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ജയിക്കുന്നവന് കൊടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പേര് കൊടുക്കുന്നത്, ദൈവം പുതിയ പേര് നൽകുന്നത്. ചിലരൊക്കെ അവരുടെ അമ്മയപ്പന്മാർ നൽകിയ പേരിനേക്കാളും വഴിക്ക് വെച്ച് വന്നുചേർന്ന പേരുകളാൽ പ്രസിദ്ധരായി തീർന്നവരെ നമുക്ക് അറിയാനായിട്ട് പറ്റും. കുപ്രസിദ്ധരായവരുമുണ്ട്, സുപ്രസിദ്ധി നേടിയവരുമുണ്ട്. ആമേൻ. അപ്പോ അതുകൊണ്ട് ദോഷം പേരുകളൊന്നും വന്ന് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മോശം പേരുകളൊന്നും വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നമ്മുടെ ശരിക്കുള്ള പേരിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്നത് മോശം പേരുകൾ കിട്ടിയാൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് നല്ല പേരുകൾ നിലനിർത്താനായിട്ട്, നല്ല പേരുകൾ ഉണ്ടാക്കാനായിട്ട്, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാൾ നല്ലത് എന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നല്ല പേര് നിലനിർത്താൻ, നല്ല പേരുണ്ടാക്കാൻ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. എനിവേ, ദൈവം പുതിയ പേര് കൊടുക്കുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു പരിധിവരെ ദൈവം നമ്മെ നമ്മുടെ മാതാപിതാക്കൾ നൽകിയ പേരുകൾ തന്നെ ചൊല്ലി വിളിക്കാൻ സാധ്യതയുണ്ട്. ഇനി ചിലരുടെ പേരുകൾ ദൈവം മാറ്റിയത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉദാഹരണമാണ്, അബ്രാം എന്ന പേരിനെ ദൈവം അബ്രഹാം എന്ന് ആക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രാം എന്ന പേരിനെ അബ്രഹാം. അതെന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞ മാതാപിതാക്കൾ പേര് നൽകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇന്നതാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പേര് നൽകുന്നു എന്നതുപോലെ അബ്രഹാം എന്ന പേര് നൽകുമ്പോൾ അതുകൊണ്ട് ദൈവം അർത്ഥമാക്കിയത് അവൻ ബഹുജാതികൾക്ക് പിതാവാകും. He'll become the father of many nations. രാജ്യങ്ങൾക്ക്, അനേകം രാജ്യങ്ങൾക്ക് അവൻ പിതാവാകും എന്നാണ് ദൈവം ആ പേരുകൊണ്ട് അർത്ഥമാക്കിയത്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പിതാവ് അബ്രഹാമാണ്. പ്രൈസ് ദി ലോർഡ്. സക്കായിയെ പോലെ കർത്താവിലേക്ക് മടങ്ങി വരുന്നവരുടെയൊക്കെ പിതാവ് യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ. ഹമേൻ. അപ്പോ സ്തോത്രം. പിന്നെ നാം അത്ര വാഗ്ദത്ത സന്തതിയായ ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച വാഗ്ദത്ത സന്തതികൾ നാം ആണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവ്, രക്ഷിക്കപ്പെട്ട ക്രൈസ്തവരുടെ പിതാവ് ആരാണ്? അബ്രഹാമാണ്. ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട അനേക രാജ്യങ്ങൾക്ക് പിതാവാകുമെന്നല്ലേ പറഞ്ഞു. ദൈവ രാജ്യത്തിലെ പൗരന്മാരായ നമ്മുടെ പിതാവ് ആ ആശയത്തിൽ അബ്രഹാം പിതാവാണ്. യേശുവിന്റെ പൂർവ്വപിതാവ് അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ മകനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോ യേശുക്രിസ്തുവിന്റെ പൂർവ്വപിതാവ് അബ്രഹാമാണ്. ഹല്ലേലൂയ. ഇനി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ അവരുടെ പൂർവ്വപിതാവെന്ന് വിളിക്കുന്നത് അബ്രഹാമിനെയാണ്. അവരുടെയും പിതാവ് അബ്രഹാമാണ്. ഹല്ലേലൂയ. ഇസ്മായിലിന്റെ വംശാവലിയിൽപ്പെട്ടവർ അവരുടെ പൂർവ്വപിതാവായി വിളിക്കുന്നത് അബ്രഹാമിനെയാണ്. നീ ബഹുവംശങ്ങൾക്ക് പിതാവാകും എന്ന് പറഞ്ഞ ദൈവം പേര് മാറ്റി. ദൈവം ഒരുവന്റെ പേരെന്ന് മാറ്റിയാൽ, ഒരർത്ഥവത്വമായി അല്ലെങ്കിൽ ഒരു അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് പേര് കൊടുത്താൽ അത് അന്വർത്ഥമായി തീരും. ഇറ്റ് വിൽ ഫുൾഫിൽ റൈറ്റ്ലി ഓൺ ടൈം. ഹല്ലേലൂയ. അപ്പോ സമയത്ത് ആ പേരിന്റെ അർത്ഥം നിറവേറുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ നൽകിയ പേരിന് മേളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മുടെ ഭാവിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു പേര് നൽകിയിട്ടുണ്ടാകാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇവിടെ ദൈവം നമ്മെ പേര് പറഞ്ഞ് വിളിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ആടുകളുടെ പേർ ചൊല്ലി വിളിച്ച് അവയെ പുറത്തു കൊണ്ടുപോകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഇതിന് സമാനമായ മറ്റൊരു വാക്യം നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവ് 43-ാം അധ്യായം 1-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായ പരിചിതമായ വാക്യമാണ്. യെശയ്യാവ് 43-ന്റെ 1-ാമത്തെ വാക്യം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ,
നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. ഇവിടെയും ദൈവം പേർ ചൊല്ലി വിളിച്ച ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് യാക്കോബ് എന്നാണ്. ഈ യാക്കോബിന്റെ പേരും നേരത്തെ അബ്രഹാമിന്റെ പേര് മാറ്റി എന്ന് പറഞ്ഞതുപോലെ ദൈവം ഒരു ഘട്ടത്തിൽ മാറ്റിയിട്ടുണ്ട്. ചിലർ പറയുന്നത് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ട്രിക്കി മാൻ എന്നാണ്, ഉപായി എന്നാണ് ചിലർ പറയുന്നത്. ലിറ്ററൽ മീനിങ് അങ്ങനല്ല, അവന്റെ നേരത്തെ സ്വഭാവം വെച്ചുകൊണ്ട് കൊടുത്ത അർത്ഥമാണ് ഉപായി. അവന് ഉപായിയല്ലോ എന്ന് യേശാവ് അവനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോ ഈ യാക്കോബ് എന്ന പേര്, ആ പേര്, ആ ചരിത്രം, യാക്കോബ് എന്ന പേര് കൊണ്ട്, ആ യാക്കോബ് എന്ന പേരിൽ അടങ്ങിയിരിക്കുന്ന ചരിത്രം വാസ്തവത്തിൽ അവന്റെ ജീവിതത്തെ എന്നും അപമാനത്തിന്റെയും നിന്ദയുടെയും കുത്തി നോവിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിൽ നിർത്തുന്നതാണ്, അല്ലെ? ആ പേര് വിളിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? അവനെ കുറിച്ച് പറയുന്നത്, ജനിച്ചപ്പോ ചേട്ടന്റെ ഇരട്ട പിറന്ന, തനിക്ക് മുന്നേ ആദ്യം പിറന്ന, ഇരട്ടയായി ആദ്യം പിറന്ന ചേട്ടന്റെ കുതികാൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നവൻ. ഹല്ലേലൂയ. ജനിച്ചപ്പോ മുതലേ ആ കുതികാല് പിടിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല നല്ല ഒരു അർത്ഥമല്ല. അതൊരു ചതിയുടെ, ഉപായത്തിന്റെ, കാലിൽ പിടിച്ച് തള്ളിയിടുന്നതിന്റെ ഒക്കെ അടയാളമാണ് കുതികാൽ പിടിക്കുക എന്ന് പറയുന്നത്. ആമേൻ. അങ്ങനെ ജനിച്ചപ്പോൾ തുടങ്ങി ഉള്ള തൻ്റെ സ്വഭാവത്തിന്റെ സ്വഭാവത്തിന്റെ ദൂഷ്യതയുടെ ഓർമ്മ പേറുന്ന പേരാണ് യാക്കോബ് എന്ന പേര്. കുറെ കാലം കഴിഞ്ഞപ്പോൾ അവൻ ആൾമാറാട്ടം നടത്തി, ഫാൻസി ഡ്രസ്സ് കളിച്ചു, അവൻ മിമിക്രി നടത്തി, പക്ഷേ വിജയിച്ചില്ല. ചേട്ടന്റെ ശബ്ദം അനുകരിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഇസാക്ക് പറഞ്ഞു, ശബ്ദം യാക്കോബിന്റെ ശബ്ദം. കൈകൾ പിടിച്ചപ്പോ യേശാവിന്റെ കൈകൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ ഫാൻസി ഡ്രസ്സ് കളിച്ചു, അതിൽ വിജയിച്ചു. മിമിക്രി കളിച്ചു, പരാജയപ്പെട്ടു, എങ്കിലും തൽക്കാലം രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പനിൽ നിന്ന് തന്റെ ഉപായത്തിലൂടെ അനുഗ്രഹം നേടിയെടുക്കാൻ അവൻ ശ്രമിച്ചു, പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ പറഞ്ഞ അനുഗ്രഹം ഒന്നും അവൻ ആ സമയത്ത് പ്രാപിക്കാൻ പറ്റിയില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായാൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ആർക്കും പറ്റത്തില്ല. നമ്മുടെ ബുദ്ധിയും കഴിവും തന്ത്രവും ഉപയോഗിച്ച്, നമ്മുടെ ബുദ്ധി, ദൈവം തന്ന ബുദ്ധി ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല, അറിവ് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ അതിന് കുതന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കി, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട്, യേശാവിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട്, അവന്റെ ബലഹീനതയെ മുതലെടുത്തുകൊണ്ട്, അല്ലെ, അവൻ അപ്പന് വേണ്ടി വേട്ടയാടാൻ പോയതാ, ആ സമയത്തിന്റെ പരിമിതിയെ മുതലെടുത്തുകൊണ്ട് അനുഗ്രഹം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതവന് ഉതകിയില്ല, അതവന് പ്രയോജനപ്പെട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വീട് വിട്ടു പോകേണ്ടി വന്നു, നാട് വിട്ടു പോകേണ്ടി വന്നു, ബഹുദൂരം സഞ്ചരിക്കേണ്ടി വന്നു. ചെന്നിടത്ത് 2 ഭാര്യമാരെ കിട്ടാനായിട്ട് 14 വർഷം ജോലി ചെയ്യേണ്ടി വന്നു. പിന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ അടുത്ത 6 വർഷം, അങ്ങനെ 20 വർഷം കഠിനാധ്വാനം ചെയ്ത് മരുമോനായിരിക്കുമ്പോൾ തന്നെ ഒരു അടിമയെപ്പോലെ കണക്ക് ബോധിപ്പിച്ച് പണിയെടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ആമേൻ. ഇതെല്ലാം യാക്കോബിന്റെ ജീവിതത്തിൽ ആ 20 വർഷങ്ങൾ അവൻ മെനഞ്ഞ കുതന്ത്രത്തിന്റെ പരിണിത ഫലമായി അനുഭവിച്ച കഷ്ടപ്പാടുകളാണ്. എങ്കിലും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവം വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു മടങ്ങി വരവ് അവന് കൊടുത്തു, ഒരു തിരിച്ചു വരവ് നൽകി. ആ കാലമൊക്കെ കഴിഞ്ഞ 20 വർഷങ്ങൾ അടുത്തു വരുമ്പോൾ ദൈവം പറയുകയാണ്, നീ ഒന്നുമില്ലാത്തവനായി ഇവിടെ നിന്ന് പോകേണ്ടി വരത്തില്ല, നിന്റെ പേര് ഞാൻ മാറ്റും, നിന്റെ പേര് ആമേൻ ഒക്കെ മാറ്റി നീ ഇവിടെ നിന്ന് അനുഗ്രഹത്തോടെ പോകാം എന്ന് പറഞ്ഞ് ദൈവം അവനെ മടക്കി അയക്കുന്നു. ഹല്ലേലൂയ. അവൻ തിരിച്ചു വരുമ്പോഴേക്കും വഴിയിൽ വെച്ച് അവന്റെ പേര് മാറ്റുന്നു, യാക്കോബിനെ ഇസ്രായേൽ എന്നാക്കുന്നു. ഒരു രാത്രി മുഴുവനും വരുന്ന വഴിക്കൊക്കെ പേടിച്ചരണ്ടു, പക്ഷേ ദൈവം അവനെ സംരക്ഷിച്ചു. ആ വാസ്തവത്തിൽ അവിടം മുതലാണ്, അതിനുശേഷമാണ്, അല്ലെ, അതിനുശേഷമാണ് യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത്. തന്റെ മക്കൾ തന്നെ ചതിക്കുന്ന ഒരു വിഷയം പിന്നീട് സംഭവിച്ചത് ഒഴിച്ചാൽ, യോസഫിനെ വിറ്റ് കളയുന്നത് ഒഴിച്ചാൽ, അത് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടിന്റെ അതിന്റെ ഒരു റിസൾട്ട് കൂടെയാണ്. എനിവേ, ആ വിഷയം ഒഴിച്ചാൽ യാക്കോബിന്റെ ജീവിതത്തിൽ സ്വതന്ത്രമായി, സ്വസ്ഥമായി, ആമേൻ,
പിന്നെ നോക്കുമ്പോൾ അവന്റെ മക്കളൊക്കെ ആട് മേയ്ക്കാൻ പോകുമ്പോൾ അവൻ വീട്ടിൽ സമാധാനമായിട്ടിരുന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് കഴിയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു മാറ്റമുണ്ടായത് അവന്റെ അനുതാപത്തിന്റെ പുറകെയാണ്, ഏറ്റുപറച്ചലിന്റെ പുറകെയാണ്, കണ്ണുനീരിന്റെ പുറകെയാണ്. ഒരു മുഴുരാത്രി ദൈവമുമ്പാകെ ഇടിവിൽ നിന്ന് മൽപ്പിടുത്തം നടത്തി പ്രാർത്ഥിച്ചതിന്റെ പുറകെയാണ്. ഹല്ലേലൂയ. ഞാൻ ഉറപ്പിക്കട്ടെ, ജീവിതത്തിൽ വീഴ്ചകളില്ലാത്ത മനുഷ്യരില്ല, പരാജയങ്ങൾ സംഭവിക്കാത്തവരില്ല, കുറവുകളില്ലാത്തവരില്ല, സ്വന്തം കഴിവും ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാത്തവരില്ല. അത് സാധാരണ മനുഷ്യന്റെ രക്തത്തിൽ കലർന്നിരിക്കുന്ന സ്വഭാവമാണ്. പക്ഷേ അതിലൂടെയൊക്കെ നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനും ശ്രമിച്ചത് പരാജയമാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ദൈവമുമ്പാകെ ആത്മാർത്ഥമായി അനുദപിച്ച് നിഷ്കളങ്കമായി മുട്ടുമടക്കാൻ തയ്യാറെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. ദൈവം പറയുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് നോക്കിയേ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. ഗോഡ് ഹു ക്രിയേറ്റഡ് യു. ആ വാക്കുകൾക്കെല്ലാം വ്യത്യസ്തമായ പദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബാറ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം സൃഷ്ടി ചെയ്യുക എന്നാണ്. സൃഷ്ടി ചെയ്യുക. ഹല്ലേലൂയ. ബാറ, ആമേൻ, ഉണ്ടാകട്ടെ എന്നുള്ള സൃഷ്ടി ചെയ്യുന്ന വചനം, അതാണ് ബാറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം സൃഷ്ടിച്ചവനാണ്. സൃഷ്ടിച്ച ദൈവം, ഇസ്രായേലെ നിന്നെ നിർമ്മിച്ച ദൈവം, സൃഷ്ടിച്ച ദൈവം, ഫോം ചെയ്ത ദൈവം. ക്രിയേറ്റഡ് ഗോഡ്, ഫോംഡ് ഗോഡ്. ആമേൻ. ഗോഡ് ഹു ഫോംഡ് യു. ആമേൻ. ദൈവം നിനക്ക് രൂപം നൽകി, നിന്നെ നിർമ്മിച്ചവൻ. ദൈവം സൃഷ്ടിച്ചപ്പോ നിനക്ക് രൂപമില്ലായിരുന്നു എന്നല്ല, പക്ഷെ നിന്റെ ജീവിതത്തിന് രൂപം നൽകുന്നത് ദൈവം നിന്നെ നിർമ്മിക്കുമ്പോഴാണ്. യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയപ്പോൾ ഒരു നിർമ്മിതി അവിടെ നടക്കുകയായിരുന്നു. ഓൺ ഹിസ് ക്രിയേഷൻ ഹി ഫോംഡ് എ ട്രാൻസ്ഫോംഡ് മാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇത് ആവശ്യമാണ്. നമ്മളൊക്കെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഫോർമേഷൻ നടക്കണം. ദൈവം നമ്മെ ട്രാൻസ്ഫോം ചെയ്യണം, രൂപാന്തരപ്പെടുത്തണം. അതിനുവേണ്ടി നമ്മെ നിർമ്മിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിർമ്മാണ പ്രക്രിയയ്ക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ഈ ഫോർമേഷൻ പ്രോസസ്സിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഐ മീൻ, ക്രിയേഷൻ എന്ന് പറയുന്നത് റോ എന്ന് പറയാം. റീക്രിയേഷൻ ഓർ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മെ ആ റോയെ ദൈവത്തിന് ഇഷ്ടമുള്ള ഒന്നാക്കി രൂപാന്തരപ്പെടുത്തി ഒരു പാത്രം എന്നതുപോലെ മെനഞ്ഞെടുക്കുന്നതിന്, രൂപഭംഗിയുള്ളതാക്കി പ്രയോജനമുള്ളതാക്കി ഒരു ഉപകരണമാക്കി മാറ്റുന്നതിന് നിർമ്മിതി എന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ തനതായ സ്വാഭാവിക ഓർഡിനറി നാച്ചുറൽ മാൻ എന്നതിൽ നിന്ന് ട്രാൻസ്ഫോംഡ് സ്പിരിച്വൽ, ക്രിസ്തുവിന് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു മനുഷ്യനായി നമ്മെ പുനർനിർമ്മിക്കപ്പെടുവാനായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ആ ദൈവം പറയുക, അതിനുവേണ്ടി, നിന്നെ നിർമ്മിക്കാൻ വേണ്ടി ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഐ ഹാവ് കോൾഡ് യു ബൈ നെയിം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എത്ര ബില്യൺസ് ഓഫ് ജനത്തിന്റെ നടുവിൽ നീ ജീവിച്ചാലും, ആമേൻ, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് പ്ലാനറ്റ്സിന്റെയും ആകാശഗോളങ്ങളുടെയും, ഹല്ലേലൂയ, നടുവിൽ ഈ കുഞ്ഞു ഭൂമിയിൽ നീ പാർത്താലും നക്ഷത്രങ്ങളുടെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്ന ദൈവം നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാ ദൈവം വിളിച്ചത്? ബൈ യുവർ നെയിം. ഹല്ലേലൂയ. വാട്ട് എ പ്രിവിലേജ് ഇറ്റ് ഈസ്. ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചത് എത്ര വലിയ അനുഗ്രഹമാണ്, പദവിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പകലിൽ നമ്മൾ തൽക്കാലം ഈ മെസ്സേജിന്റെ ആദ്യ ഭാഗം, ഈ എങ്ങനെ വിളിച്ചു എന്നുള്ള ആ മെസ്സേജിന്റെ ബൈ നെയിം, പേർ ചൊല്ലി വിളിച്ചു എന്നുള്ള ആ വിഷയം തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ദൈവം അങ്ങനെ പേർ ചൊല്ലി വിളിച്ച ചില ഉദാഹരണങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ചെറിയ ചെറിയ അത് മുതലുള്ള മാറ്റങ്ങളെ കുറിച്ച്, ഇന്ന് നമ്മൾ യാക്കോബിനെ കുറിച്ച് ചിന്തിച്ചതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസം കർത്താവ് അനുവദിച്ചാൽ ചിന്തിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെയും ആശീർവാദത്തോടെയും കൂട്ടായ്മ ഉപസംഹരിക്കാം. ഹല്ലേലൂയ. കേട്ട വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.